ഹലോ ഡിയർ ജെ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു എജ്യുപോഡ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നുള്ളത് നമ്മുടെ ജെഇ മെയിൻ എക്സാംസ് ക്രാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എൻ ഐ ടികളും അതിൻ്റെ NITകളിലെ പെക്യുലാരിറ്റീസും എന്തൊക്കെയെന്നുള്ളതാണ്. സോ നമ്മൾ വീഡിയോയിലേക്ക് പോകുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ NIT ട്രിച്ചി, അഥവാ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ തിരുച്ചിനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോളേജാണ് NIT ട്രിച്ചി എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 800ഓളം ഏക്കേഴ്സിലായിട്ട് കിടക്കുന്ന ക്യാമ്പസാണ്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗ്രീനറിയും സാധനങ്ങളൊക്കെ ഉള്ള ക്യാമ്പസാണ്. പിന്നെ നമ്മുടെ NIT ട്രിച്ചിയിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ പ്ലേസ്മെൻറ്റ്സും സാധനങ്ങളൊക്കെ വളരെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ അവിടുത്തെ ഫെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഫെസ്റ്റംബർ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളതാണ് അവിടുത്തെ ഫെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ദെൻ സെക്കൻഡ് ഈസ് NIT സൂറത്കൽ, അഥവാ NITK എന്നാണ് അറിയപ്പെടാറുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഇതിൻ്റെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ NIT സൂറത്കലിൻ്റെ ബീച്ച് സൈഡ് ക്യാമ്പസ് ആണ്. അതായത് ഇൻസൈഡിൽ നമ്മുടെ ക്യാമ്പസിൻ്റെ അകത്ത് ബീച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഒരു പ്രൈവറ്റ് ബീച്ച്, നമ്മുടെ ക്യാമ്പസിലെ സ്റ്റുഡൻസും മറ്റുമൊക്കെ ആയിട്ട് ഗ്യാദർ ചെയ്യുന്ന ഒരു ഈവനിങ് സമയങ്ങളൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുക കൂടുതലും ഈ ഒരു ബീച്ചിലായിരിക്കും. സോ നിങ്ങൾ ഒബ്വിയസ്ലി നമ്മുടെ എന്തായാലും ജെഇ മെയിൻ എക്സാം എഴുതുമ്പോൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ജേണിയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. സോ അപ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത ഒരു 4 വർഷം കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്, അതോടൊപ്പം തന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഈ ഒരു ബീച്ച് സൈഡ് ക്യാമ്പസിൽ. നിങ്ങൾ NIT സൂറത്കൽ ഡ്രീം ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ആ ബീച്ചിൽ പോയിരിക്കുന്നതും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഗ്യാദർ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ആ ഒരു NITയുടെ ക്യാമ്പസിൻ്റെ അകത്തുണ്ടാവുന്ന ആ ഒരു എക്സ്പോഷറും സാധനങ്ങളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. സോ അപ്പോൾ തന്നെ നമ്മുടെ പകുതി സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറും. നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഇൻസൈഡ് സാധനങ്ങൾ വരും കേട്ടോ. പിന്നെ നമ്മുടെ അവിടുത്തെ മേജർ ഇവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെസ്റ്റിവൽസും സാധനങ്ങളൊക്കെ ആയിട്ടുള്ള പിക്ചേഴ്സാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ദി തേർഡ് വൺ ഈസ് NIT സൂറത്കലിന് ശേഷം NIT വാറങ്കൽ. NIT വാറങ്കലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള നമ്മുടെ തെലങ്കാനയിലുള്ള ക്യാമ്പസാണ്. ഏതാണ്ട് ഹൈദരാബാദിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ വാറങ്കൽ എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള NIT ആണ് NIT വാറങ്കൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബീച്ച് സൈഡ് ക്യാമ്പസ് ആണ് NIT സൂറത്കൽ എങ്കിൽ NIT വാറങ്കൽ എന്ന് പറയുന്നത് അത്യാവശ്യം അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ലൈക്കുള്ള ഒരു ക്യാമ്പസാണ്. ക്യാമ്പസിൻ്റെ ഇൻസൈഡ് അവിടെ ഒരു തടാകമുണ്ട്. സോ ഇതൊക്കെ ആയിരിക്കും നിങ്ങളൊരു അടുത്ത വർഷങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നുള്ള ക്യാമ്പസ് എന്ന് നിങ്ങളൊരു മനസ്സിൽ ഉറപ്പിക്കണം. ഏത് ക്യാമ്പസിൽ ഞാൻ പഠിക്കണം, എനിക്ക് ബീച്ച് വേണോ അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് വേണോ എന്നുള്ളതൊക്കെ. പിന്നെ ദെൻ ടു ബി പ്രൗഡ്, ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജായിട്ടുള്ള NIT കാലിക്കറ്റ്. NIT കാലിക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ 1961 REC എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്. ദെൻ 2002 അതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് NIT ആക്കി മാറ്റി. ദെൻ അവിടെ ഏതാണ്ട് ഒരു 5,000 സ്ക്വയർ ഫീറ്റുള്ള ജിമ്മും അതോടൊപ്പം തന്നെ സ്വിമ്മിങ് പൂൾസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ മെയിൻ ഫീച്ചറിലേക്ക് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് അവിടുത്തെ ഫെസ്റ്റുകളാണ്. ആക്ച്വലി NIT കാലിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ NIT കാലിക്കറ്റിലെ കൾച്ചറൽ ഫെസ്റ്റാണ് രാഗം എന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ജോനിത ഗാന്ധി ഒക്കെ വന്ന ഇവൻ്റ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ പിക്ചറാണെന്ന് തോന്നുന്നു. റിയൽമി സ്പോൺസർ ചെയ്തിട്ടുള്ള ഇവൻ്റ് ആയിരുന്നു. ദെൻ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ NITയുടെ തത്വയുടെ ഫോട്ടോയാണ്. തത്വയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ടോട്ടൽ ഒരു ക്രൗഡ് പിക്ചറാണിത്. സോ ഈ വർഷം NITയിൽ തത്വയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് മിഥുനും അറിവും ഒക്കെ ആയിരുന്നു. സോ ഇന്ത്യയിലെ തന്നെ പാൻ ഇന്ത്യ ലെവൽ ടോപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്ന ഇവൻ്റ് ആയിരിക്കും. സോ സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റാണ് രാഗം ആൻഡ് സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ടെക്നോ മാനേജ്മെൻറ്റ് ഫെസ്റ്റാണ് തത്വ. സോ ഈ ഒരു രീതിക്കുള്ള ക്യാമ്പസ് ലൈഫും സാധനങ്ങളൊക്കെ നിങ്ങൾ ഡ്രീം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കും ഇവിടെയൊക്കെ എത്തിച്ചേരാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ്.